ഇതൊരു ട്രാവൽ വീഡിയോ ആണേ. കൂട്ടത്തിൽ 2 സർപ്രൈസ് ഉണ്ട്. ഈ പാട്ടും ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ ഏകദേശം എവിടേക്കാണ് പോണത് എന്ന് മനസ്സിലായിട്ടാണല്ലോ. അതെ, ബാംഗ്ലൂർ പോവാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ടാണ് ഈ ട്രിപ്പ് പോണത്. ഓണത്തിൻ്റെ അന്ന് നൈറ്റാണ് ഈ പോണത്. അതുകൊണ്ട് തന്നെ രാത്രിത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. കുറച്ച് ലേറ്റായി പോയി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. കാരണം എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊക്കെ മടിയായിപ്പോയി. ഈ സ്റ്റാച്യു കണ്ടോ? എല്ലാ പ്രാവശ്യവും ബാംഗ്ലൂർ പോകുമ്പോഴും ഇത് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ പണി എന്നാണാവോ കഴിയുക? ഇതിന് മാത്രം എന്താ ഇതിന്മേൽ ചെയ്യുന്നതെന്ന് മനസ്സിലാവണില്ല. ഇതൊരു ഗണപതിൻ്റെ അമ്പലമാണെന്ന് തോന്നുന്നു. യൂട്യൂബിൽ ഇടാൻ ആ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഇവൻ്റെ മുഖം കാണിച്ചേ ഇല്ല കേട്ടോ. അപ്പോൾ ദാ ഒരു സർപ്രൈസ് ഇപ്പം അറിയാം കേട്ടോ. ഇവനാണ് ആൾ. ഇത് അമേരിക്കൻ പോക്കറ്റ് സൈസ് പുള്ളിയാണ്. ഇത് മെയിലാണ്. ഇനി ഇവൻ്റെ ഇയർ ഒന്ന് ക്രോപ്പ് ചെയ്യണം. ഇയർ ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി. ചെവി ക്രോപ്പ് ചെയ്യാൻ ഇരുത്തിയ ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് ആളെ തിരിച്ച് കിട്ടിയിട്ടോ. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള കോലാണ് ഇത്. നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ റൂമിലെത്തി ആ ദിവസം കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഇതാ ഇവ നോക്ക്. അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഫുഡൊക്കെ കഴിച്ച് അടുത്ത സർപ്രൈസ് കാണിക്കാൻ ടൈമായിട്ടോ. ഫുഡടിയൊക്കെ കഴിഞ്ഞു. ഇവളാണ് അടുത്ത സർപ്രൈസ്. ഇവനെ നോക്കിയേ, ചെവിയെല്ലാം ക്രോപ്പാക്കി ഉറക്കെഴുന്നേറ്റിരിക്കുക കേട്ടോ. അങ്ങനെ 2 ആളെയും കിട്ടി. ഇവർ 2 ആളെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാര്യമായിട്ട് ബാംഗ്ലൂരേക്ക് പോയത് കേട്ടോ. 2 ആളും ഒരു അമ്മേൻ്റെ മക്കളാണ്. പക്ഷെ 2 ആളും 2 സ്ഥലത്തായിരുന്നു. അങ്ങനെ ഒരു വണ്ടി മേടിച്ച് തിരിച്ചു പോരും കേട്ടോ നാട്ടിലേക്ക്. ഇമ്മാതിരി ടോളാ, എത്ര ടോള് കൊടുക്കണമെന്നാ. ആകാശം നോക്കിയേ, എന്ത് രസമല്ലേ കാണാൻ. പാട്ടൊക്കെ കേട്ട് അടിച്ച് പൊളിച്ച് ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫുഡ് കഴിക്കാൻ നിർത്തിയതാ കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. രാത്രിയായി. ഇന്ന് ഫുഡടിയും കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഐസ്ക്രീം കൂടി കഴിച്ചിട്ട് ആ പരിപാടി അവിടെ അവസാനിപ്പിക്കും കേട്ടോ. രാവിലെ ആയേ. ഏകദേശം നമ്മൾ നാട്ടിലെത്താനാവും കേട്ടോ. നീ കോഴിക്കോട് എത്തിയിട്ട് വേണം സമാധാനമായിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ. ഞാൻ ഏകദേശം നാട്ടിലെത്താനായി. നാട്ടിലെത്തി. ഇവർ വീടും പരിസരമൊക്കെ ആയിട്ട് ഇണങ്ങോ നല്ല സംശയം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, സെറ്റായിപ്പോയി കേട്ടോ. ഇത് ഭൂമി. ആൾ സൈലൻ്റാ. എന്തെങ്കിലും വലിയ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പേടിച്ചോടി എന്തിൻ്റെ അടിയിൽ പോയി വിളിക്കും. ഫീമെയിലാണ്. ഇതും അമേരിക്കൻ പോക്കറ്റ് സൈസ് പുള്ളി തന്നെയാണ്. പിന്നെ രുദ്ര, ഇവൻ കുറച്ച് ടെറർ ആൾ. കടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഇനി ഇവർക്ക് കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവരെ സെറ്റാക്കി ഇങ്ങനെ എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.